ഹലോ എവരിവൺ, എൻ്റെ പേര് ഡോക്ടർ ആര്യ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എമർജൻസി കോൺട്രാസെപ്റ്റീവ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു ലൈംഗിക ബന്ധത്തിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ഡിവൈസസിനെയാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് സുരക്ഷിതമല്ലാത്ത ഒരു ലൈംഗിക ബന്ധത്തിന് ശേഷം കുഞ്ഞുണ്ടാകാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ കോണ്ടംസ് ബ്രേക്കായി പോവുക, കോണ്ടംസ് പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു ലൈംഗിക ബന്ധത്തിന് ശേഷം നിങ്ങൾക്ക് കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കാനായിട്ട് മറന്നുപോയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ റേപ്പ് വിക്ടിംസിനൊക്കെ ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇത് മെയിനായിട്ടും ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവരും ലിവറിന് അതായത് കരൾ രോഗമുള്ളവരും ബ്ലോക്കുകൾ നമ്മളുടെ തലച്ചോറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തോ ബ്ലോക്കുകൾ ഉള്ളവര് ഇത് ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ തന്നെ യൂസ് ചെയ്യുന്നതാണ് അവന് സേഫ്റ്റിക്ക് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത് വരുന്നത് മോർണിംഗ് ആഫ്റ്റർ പിൽസ് അല്ലെങ്കിൽ IPL എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷൻ ആണ്. ഇതിൽ ലെവനോർജെസ്ട്രോൾ എന്ന് പറയുന്ന ഒരു പ്രൊജസ്ട്രോൺ പ്രിപ്പറേഷൻ ആണ് ഉള്ളത്. ഈ ഒരു മെഡിസിൻ 1.5 mgയുടെ ഒരു ടാബ്ലറ്റ് ആണ് വരുന്നത്. ഈ ടാബ്ലറ്റ് ഈ ലൈംഗിക ബന്ധം നടന്നതിന് ശേഷം 72 മണിക്കൂറിന് ഉള്ളിൽ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത് 1 മുതൽ 2% വരെ ആണ്. പക്ഷെ 5 ദിവസത്തിന് ഉള്ളിൽ വരെ ഈ മെഡിസിൻ എടുക്കാവുന്നതാണ്. അത് എഫക്റ്റീവ് ആണ്, പക്ഷെ കുറച്ച് ഫെയിലിയർ റേറ്റ് കൂടുതലായിരിക്കും. ഇതിന്റെ ഈ ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർത്തവ ചക്രം കുറച്ച് ലേറ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ കുറച്ച് മനം പുരട്ടലുകൾ, അതായത് വോമിറ്റിംഗ്, നോസിയ തോന്നുക, പിന്നെ ചിലർക്കാണെങ്കിൽ ചെറിയൊരു ബ്രസ്റ്റ് എൻഗോർജ്മെന്റും കാര്യങ്ങളൊക്കെ തോന്നുക എന്നുള്ളത് ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാറുണ്ട്. എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആണ് കോപ്പർ ടി എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. ഇതും സെക്ഷുവൽ ആക്ട് നടന്നിട്ട് ഒരു 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇത് ഗർഭാശയമാണെന്നുണ്ടെങ്കിൽ ഗർഭാശയത്തിന്റെ ഉള്ളില് കോപ്പർ ടി എന്ന് പറയുന്ന ഒരു ഡിവൈസസ് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഡിവൈസ് എന്ന് പറയുന്ന 5 വർഷം, അത് ഒരു പെർട്ടിക്കുലർ ഡിവൈസ് അതിന്റെ കാലയളവുണ്ട്. 5 വർഷത്തേക്ക് യൂസ് ചെയ്യുന്നതുണ്ട്, അല്ലെങ്കിൽ 7 വർഷത്തേക്ക് യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഈ ഡിവൈസ് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് പിന്നീട് ഗർഭം ധരിക്കാൻ താല്പര്യമുള്ളത് അപ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്താലും മതിയാവും. ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത് 0 to 1% ആണ്. അപ്പൊ ഇത് കുറച്ചുകൂടെ ബെറ്റർ എമർജൻസി കോൺട്രാസെപ്റ്റീവ് കൂടിയാണ് കോപ്പർ ടി എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് മെഡിക്കൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് യുളിപ്രിസ്റ്റൽ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്, മിഫിപ്രിസ്റ്റോൺ എന്ന് പറയുന്ന ടാബ്ലറ്റുകൾ, അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉണ്ടല്ലോ, അതും ഈസ്ട്രോജന്റെ കമ്പോണന്റ് 100 മൈക്രോഗ്രാമും പ്രൊജസ്ട്രോൺ കമ്പോണന്റ് 1 മില്ലിഗ്രാമും ആയിട്ട് 2 ടൈംസ്, അതായത് ഒരു 12 അവർ ഗ്യാപ്പിൽ ടാബ്ലറ്റ് എടുക്കുന്നതാണ്. ഇതും ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു തവണ എമർജൻസി കോൺട്രാസെപ്റ്റീവ് എടുക്കേണ്ടതായിട്ട് വന്നു, പക്ഷേ എപ്പോഴും തുടർച്ചയായിട്ട് എമർജൻസി കോൺട്രാസെപ്റ്റീവ് എടുക്കുന്നത് നിങ്ങളുടെ ഹെൽത്തിന് നല്ലതല്ല. അതിന് പകരമായിട്ട് നിങ്ങൾ സെക്ഷുവലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ച് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സേഫ് സെക്ഷുവൽ പ്രാക്ടീസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.